Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ അനിമ വേർഷൻ 5നെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതൊരു 3D 4D പീപ്പിൾ ആനിമേഷൻ ആൻഡ് ക്രൗഡ് സിമുലേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇന്റീരിയർ ആർക്കിടെക്ചർ 3D സീനുകളിലേക്ക് 4D ഡിജിറ്റൽ ഹ്യൂമൻസിനെ ആഡ് ചെയ്തുകൊണ്ട് ഫേഷ്യൽ എക്സ്പ്രഷനോട് കൂടിയ ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. ഈ ഒരു ആനിമ സോഫ്റ്റ്വെയർ 3D ആനിമേറ്റഡ് ക്യാരക്ടേഴ്സിനെ വളരെ ക്വിക്കായി ഈസിയായും 3D Max തുടങ്ങിയ സോഫ്റ്റ്വെയറിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ 3D Maxമായി എങ്ങനെ കണക്ട് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം തുടങ്ങിയ എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത ആനിമ സോഫ്റ്റ്വെയറിൻ്റെ ഐക്കണാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ആനിമ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ഇതുപോലെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്പൺ, ക്രിയേറ്റ് എ ന്യൂ പ്രൊജക്ട് തുടങ്ങിയ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്. ആദ്യമായി ക്രിയേറ്റ് എ ന്യൂ പ്രൊജക്ട് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. നമുക്കിവിടെ നിന്ന് പ്രൊജക്റ്റിൻ്റെ പേര് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഡോക്യുമെൻറ്റ്സിൽ ആനിമ എന്നൊരു ഫോൾഡർ ഓട്ടോമാറ്റിക്കായി ക്രിയേറ്റ് ആവുന്നതാണ്. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ പ്രൊജക്ട്സും ആ ഒരു ഫോൾഡറിൽ നിന്ന് ആക്സസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വിൻഡോയിൽ ടെക്സ്ചർ ക്വാളിറ്റി തുടങ്ങിയ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് ഡിഫോൾട്ടായി തന്നെ യൂസ് ചെയ്യാം. ഇനി ഒരു ന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രൊജക്ട് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്ട് ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഈ ലെഫ്റ്റ് സൈഡിലാണ് ലൈബ്രറി അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നമുക്ക് ആദ്യമായി ടെംപ്ലേറ്റ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഈ ടെംപ്ലേറ്റ്സിനുള്ളിൽ ഒരുപാട് പ്രിസെറ്റ്സ് നമുക്കിവിടെ കാണാവുന്നതാണ്. വാട്ടർ ഫൗണ്ടൻ തുടങ്ങിയ 3D സീനുകളിലേക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പ്രിസെറ്റാണ് നമ്മൾ ആദ്യമായി ഇവിടെ കാണുന്നത്. അടുത്തതായി ക്രോസിംഗ്, പാത്ത്, സ്ക്വയർ തുടങ്ങിയ പ്രിസെറ്റുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ നിന്നും നമുക്ക് ആവശ്യമായ പ്രിസെറ്റുകൾ സെലക്ട് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഈ ഒരു ഗ്രിഡിലേക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്ലേസ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ കീബോർഡിൽ സ്പേസ് ബാർ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു 3D ക്യാരക്ടേഴ്സിൻ്റെ ആനിമേഷൻ ഇവിടെ കാണാവുന്നതാണ്. സ്പേസ് ബാർ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ആനിമേഷൻ പോസ്റ്റ് ചെയ്യാം. ഓൾട്ട് ഹോൾഡ് ചെയ്ത് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പാൻ ചെയ്യാവുന്നതാണ്. ഓൾട്ട് ഹോൾഡ് ചെയ്ത് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്ത് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓർബിറ്റ് ടൂൾ ഇതുപോലെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു പ്രിസെറ്റ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഓർബിറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ക്യാരക്ടേഴ്സിനെ നമുക്ക് ഇതുപോലെ ഓർബിറ്റ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓൾട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് മൗസിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബട്ടൺ ഹോൾഡ് ചെയ്ത് മൗസ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൂം ഇൻ സൂം ഔട്ട് ഇവിടെ ലഭിക്കുന്നതാണ്. കൂടാതെ നമ്മൾ സെലക്ട് ചെയ്ത് ഓൾട്ട് ഇ പ്രസ് ചെയ്യുകയാണെങ്കിൽ സൂം എക്സ്റ്റെൻഡ് ആയി നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതാണ്. ഓൾട്ട് ടി പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു സെലക്ഷൻ ടോപ്പ് വ്യൂവിൽ സൂം ഔട്ടായി ലഭിക്കുന്നതാണ്. നമ്മളുടെ ഈ ഒരു പാത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് സാധിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ ഒരു പാത്തിൻ്റെ സൈസ് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പാത്തിലേക്ക് പുതിയതായ ഒരു ക്യാരക്ടറിനെ ആഡ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ലൈബ്രറിയിൽ റിഗ്, റെഡി പോസ്റ്റ്, ആംബിയൻ, 4D ആനിമേറ്റഡ് തുടങ്ങിയ സെക്ഷനുകളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള 3D ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പാത്തിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ആദ്യമായി ഈ ഒരു റിഗ്ഡ് ക്യാരക്ടേഴ്സിൽ നിന്ന് ഈ ഒരു ഫസ്റ്റത്തെ ക്യാരക്ടറിനെയാണ് ഞാനിവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഒരു പാത്തിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ക്യാരക്ടറിനെ നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഈ സ്പേസ് ബാർ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആനിമേഷൻ ഇവിടെ ഇതുപോലെ കാണാവുന്നതാണ്. ഇതുപോലെ നമ്മളുടെ പ്രൊജക്റ്റിന് ആവശ്യമായ രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്ത് ആനിമേറ്റഡ് ക്യാരക്ടേഴ്സിനെ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈറ്റ് വേർഷൻ ആയതുകൊണ്ട് ഈ ഒരു 4D കാറ്റഗറിയിൽ വളരെ കുറച്ചാണ് ഈ ഒരു 3D ക്യാരക്ടേഴ്സ് ഉള്ളത്. പ്രോ വേർഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അൺലിമിറ്റഡ് ആനിമേറ്റഡ് ക്യാരക്ടേഴ്സിനെ ആക്സസ് ചെയ്യാവുന്നതാണ്. 4 സെക്കൻഡ്സ് ആനിമേറ്റഡ് ആയ ക്യാരക്ടേഴ്സിനെയാണ് ഈ ഒരു ലൈറ്റ് വേർഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സീനുകളിലേക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക.
അടുത്തായി നമ്മൾ ഈ ഒരു ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ആനിമേറ്റഡ് ക്യാരക്ടേഴ്സിനെ നമ്മളുടെ 3D മാക്സിലേക്ക് ആഡ് ചെയ്യുന്നതിനായി ഈ ഒരു ആനിമേഷൻ ബേക്ക് ചെയ്യേണ്ടതാണ്. ബേക്ക് ചെയ്യുന്നതിനായി റൈറ്റ് സൈഡിൽ ടോപ്പിൽ ഈ ഒരു ബട്ടൺ ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു വിൻഡോ ലഭിച്ചിരിക്കുകയാണ്. നമുക്കിവിടെ ഓക്കെ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ആനിമേഷനെ ബേക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ആനിമ പ്രൊജക്ട് സേവ് ചെയ്യുന്നതിനായി ആനിമയുടെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. സേവ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രൊജക്ട് സേവ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിനെ ഇവിടെ സേവ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് 3D Max ഓപ്പൺ ചെയ്ത് 3D Maxലേക്ക് നമുക്ക് ഈ ഒരു ക്യാരക്ടർ ആനിമേഷൻ മെർജ് ചെയ്യാം. ആനിമ ലൈറ്റ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം 3D Maxന്റെ മെനുവിൽ XYZ ഡിസൈൻ എന്ന ഈ ഒരു മെനു നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. സെക്കൻഡുകൾക്കുള്ളിൽ ഈ ഒരു ആനിമേറ്റഡ് ക്യാരക്ടേഴ്സ് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. കൂടാതെ ആനിമ മെറ്റീരിയൽ അഡാപ്റ്റർ എന്ന ഈ ഒരു വിൻഡോയും ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ സെലക്ട് മെറ്റീരിയൽ പ്രിസെറ്റ് എന്ന ഈ ഒരു ഓപ്ഷനിൽ റെഗുലർ കോൺഫിഗ് എന്ന ഓപ്ഷനാണ് ഡിഫോൾട്ടായി സെലക്ട് ആയിരിക്കുന്നത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റർ, വൈറ്റ് ട്രാൻസ്പെറൻറ്റ് തുടങ്ങിയ ഓപ്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. റിയലിസ്റ്റിക് ആയ ടെക്സ്റ്റേഴ്സിനെ ലഭിക്കുന്നതിനായി റെഗുലർ കോൺഫിഗ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി അപ്ലൈ മെറ്റീരിയൽസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ മെറ്റീരിയൽസിനെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി 3D Maxൽ നമുക്ക് ഈ ഒരു പ്ലേ ആനിമേഷൻ എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ആനിമേഷൻ പ്ലേ ചെയ്യാം. വ്യൂ പോർട്ടിൽ ടെക്സ്റ്റേഴ്സ് ഹൈഡ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു മോഡൽസ് ഇവിടെ കാണുന്നത്. നമുക്ക് ഈ മോഡൽസിൻ്റെ ടെക്സ്റ്റേഴ്സ് വ്യൂ പോർട്ടിൽ ഷോ ചെയ്യുന്നതിനായി ആനിമയുടെ ഈ ഒരു സെൻറ്റർ ഐക്കൺ നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ഒരു ഐക്കൺ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ആനിമേറ്റഡ് ക്യാരക്ടേഴ്സിനെ നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി മോഡിഫൈ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ സെലക്ട് പാരന്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ഷോ ടെക്സ്റ്റേഴ്സ് ഓൺ വ്യൂ പോർട്ട് എന്ന ഈ ഒരു ബട്ടൺ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റേഴ്സോട് കൂടി ഈ ഒരു ആനിമേറ്റഡ് ക്യാരക്ടേഴ്സിനെ നമുക്ക് വ്യൂ പോർട്ടിൽ കാണാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ പ്രൊജക്റ്റുകളിലേക്ക് റിയലിസ്റ്റിക് ആനിമേറ്റഡ് ആയ ക്യാരക്ടേഴ്സിനെ ആഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അടുത്തായി നമുക്ക് ഈ ഒരു ആനിമ സോഫ്റ്റ്വെയർ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. xyzdesign.com എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഇതിൽ പ്രൊഡക്ട്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. നമുക്കിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ്, പ്രോ തുടങ്ങിയ ഓൾ വേർഷൻസ് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഡൗൺലോഡ്സ് എന്ന ഈ ഒരു ബട്ടൺ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആനിമയുടെ ലൈറ്റ് വേർഷൻ, ആനിമ ഓൾ ക്യാരക്ടേഴ്സ്, ആനിമ പ്രോ തുടങ്ങിയ വേർഷൻസ് ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ ആനിമ ലൈറ്റ് എന്ന ഈ ഒരു വെർഷനാണ് നമുക്കിവിടെ ഫ്രീ ആയി ലഭിക്കുന്നത്. ഒരു 4 സെക്കൻഡ്സ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ആനിമ ലൈറ്റ് വെർഷനിലൂടെ സാധിക്കുന്നതാണ്. ഈ ഒരു XYZ വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഫ്രീ വെർഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാളേഷന് ശേഷം സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് ഇവിടെ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിലെ ഫ്രീ ക്യാരക്ടേഴ്സിനെ ഡൗൺലോഡ് ചെയ്യാനും നമ്മളുടെ സീനിലേക്ക് യൂസ് ചെയ്യാവുന്നതുമാണ്. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.